നമ്മളെ ഉപകരണങ്ങൾക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സർക്യൂട്ടിന് മൊത്തത്തിൽ അത് നിൽക്കുന്ന കെട്ടിടത്തിന് തന്നെ വലിയ തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന മനുഷ്യർക്ക് നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അപകടം ഉണ്ടാവുന്ന സമയത്ത് ഈ ഫ്യൂസ് വയർ പൊട്ടി ഉരുകിയിട്ട് കറണ്ട് പോവുകയും അങ്ങനെ അപകടമില്ലാതെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവാനുള്ള രണ്ട് സാഹചര്യങ്ങൾ നോക്കുക. ഒന്ന് ഓവർലോഡിങ്, മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട്. പ്രധാനമായി നമ്മളൊക്കെ വീട്ടില് ഈ അമിത വൈദ്യുത പ്രവാഹം വരാനുള്ള രണ്ട് സാഹചര്യങ്ങൾ ഇതാണ്. ഒന്ന് ഓവർലോഡിങ് എന്ന് പറയും. അതായത് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പൊ നമ്മൾ ഒരു സർക്യൂട്ടില് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളുടെ ഒരു പവർ ആദ്യമേ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു റൂം ഉണ്ടാവുമല്ലോ, റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഏതൊക്കെ ഉപകരണങ്ങളാണ് പ്രവർത്തിക്കുക എന്നുള്ളത് തീരുമാനിച്ചതിന്റെ ശേഷമാണ് നമ്മൾ വീട്ടിൽ അതിനുള്ള വയറിങ് സംവിധാനം ചെയ്യുക. ഇപ്പൊ ഒരു സാധാരണഗതിയിൽ ഞാൻ പറയും, ഇപ്പൊ ഒരു റൂമിലാണ്, നിങ്ങൾ ഒരു ബെഡ്റൂം പോലെയുള്ള ഒരു സ്പേസിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ഇനി അല്ലെങ്കിൽ 4 ബൾബുകളെ അവിടെ അതിനുള്ള പോയിന്റ് ഉണ്ടാവും. 4 ബൾബ് അവിടെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളതല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഒരുപക്ഷെ അവിടെ ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതുപോലെ ഒരു ഫാന് അല്ലെങ്കിൽ ഒരു AC, ഇനി നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഇസ്തിരിപ്പെട്ടി കുത്താൻ പറ്റുന്ന ഒരു പ്ലഗ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതാണ്, ഈ റൂമിൽ ഇതൊക്കെ ആവശ്യമുണ്ട്, അപ്പൊ അതിന് പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കണക്കാക്കിയതിലും അധികം ഉപകരണങ്ങളെ, പവറിനെ നിങ്ങൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് എന്തു പറയാ, ഓവർലോഡിങ് എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് ഒരു ഇസ്തിരിപ്പെട്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു പ്ലഗ് അവിടെ ഉണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ 2000 അല്ലെങ്കിൽ 3000 വാട്ട്സ് പവറുള്ള ഏതെങ്കിലും ഒരു ഉപകരണം, ഇപ്പോ ഈ നമ്മൾ വീട്ടില് പിന്നെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ അവരുടെ വലിയ മെഷീനൊക്കെ കൊണ്ടുപോയി കുത്തിയാൽ ചിലപ്പോൾ ഫ്യൂസ് പോകണമൊക്കെ ചില ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ താങ്ങാവുന്നതിലധികം ഉപകരണങ്ങളെ ഒരു സ്ഥലത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, വീട്ടിൽ ആരും അങ്ങനെ ചെയ്യാറില്ല. ഇൻ കേസ് ഒരാൾ ചെയ്താൽ അതെന്തായി, ഓവർലോഡിങ് ആയി. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടില് എന്തെങ്കിലും പണിയൊക്കെ, ഈ ഇൻഡസ്ട്രിയൽ അതുപോലെ ടൈല് അങ്ങനത്തെ വർക്കൊക്കെ വരുന്ന സമയത്ത് അവരുടെ അടുത്തുള്ള മെഷീനൊക്കെ നമ്മൾ സാധാരണ പ്ലഗിൽ കൊണ്ടുപോയി കുത്തിയാൽ പോകും, ഫ്യൂസ് പോകും. അത് ഓവർലോഡിങ് ആണ്. മിക്കവാറും ഇതൊക്കെ നടക്കുക എവിടെ വെച്ചാൽ ഹോട്ടലുകളിൽ, കൂൾബാറിലൊക്കെ ഇത് നടക്കാൻ സാധ്യതയുണ്ട്. വീട്ടിലൊന്നും എല്ലാം നടക്കൂല. അതെന്താ വെച്ചാൽ ഇപ്പോ ഈ ഹോട്ടലിലൊക്കെ ഒരുപാട് മെഷീനുകളെ ഒരേ സമയം വല്ല ഉപയോഗിക്കും. പക്ഷെ ഒരു പിന്നൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ നിന്ന് വയറ് കുത്തി വലിച്ചിട്ട് എക്സ്റ്റൻഷൻ കോഡ് എടുത്തിട്ട് ഒരുപാട് ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഏതായാലും ശരി, നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്കാക്കിയതിലും അധികം ഉപകരണങ്ങളെ അവിടെ ഉപയോഗിക്കുന്നതിനാണ് എന്തു പറയാ, ഓവർലോഡിങ് എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടായാൽ അമിത വൈദ്യുത പ്രവാഹം വരും. മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഷോർട്ട് ആവുക എന്നുള്ളത് നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പദമാണ്. എന്താ ഷോർട്ട് ആവുക എന്നുള്ളത് ഉദ്ദേശിക്കണ അറിയോ, നമ്മൾ ഒരു സർക്യൂട്ടിൽ എപ്പോഴും എന്തുണ്ടാവും, 2 വയർ ഉണ്ടാവും. 2 വയർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു ചിത്രമാക്കിയിട്ട് ഇവിടെ വരച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കാം, ഇപ്പൊ ഒരു വയർ ഫേസ് വയർ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്മൾ പറയും. രണ്ടാമതൊരു വയർ ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയും. ഇങ്ങനെ 2 വയർ എപ്പോഴും നമ്മുടെ സർക്യൂട്ടിൽ ഉണ്ടാവും. ഏത് ഉപകരണങ്ങൾ ശ്രദ്ധിച്ചാലും കാണാൻ പറ്റും, 2 വയർ പോണ കാണാം. ഈ 2 വയറും തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാവാൻ പാടില്ല, സമ്പർക്കം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുന്നതിനാണ് ഇപ്പൊ 2 വയറും ഇങ്ങനെ തമ്മിൽ തൊടാതെ നിൽക്കുക ചെയ്യാം. വയറ് തൊടാതെ നിൽക്കുക പറഞ്ഞാൽ വയറിന്റെ ഉള്ളത്തെ കമ്പിയാട്ടോ ഉദ്ദേശിച്ചത്. അതിന് പുറത്ത് പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വയറ്, ആ 2 പ്ലാസ്റ്റിക് ഭാഗം നമ്മൾ തൊടുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ഉള്ളത്തെ കമ്പി ഉണ്ടല്ലോ, ചാലകം, ആ ചാലകങ്ങൾ നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ നിൽക്കണ ഒരു ഇപ്പോ ഈ ഞാനിവിടെ ഒരു പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ന്യൂട്രലും വരച്ചിട്ടുണ്ടല്ലോ, ഇത് എവിടെയെങ്കിലും വെച്ച് ഒന്ന് തമ്മിൽ ടച്ച് ആവുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട്
ഇപ്പൊ ഞാൻ വരച്ച കണ്ടല്ലോ, ഇങ്ങനെ രണ്ട് വയറും ഒരു സ്ഥലത്ത് തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നു എന്ന് വിചാരിക്കുക, സാധ്യത ഉണ്ട് ചിലപ്പോ. അങ്ങനെ കോണ്ടാക്റ്റിൽ വരുന്നതിനാണ് നമ്മൾ എന്തു പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. രണ്ട് വയറുകൾ തമ്മിൽ നേരിട്ട് അങ്ങോട്ട് ടച്ച് ആവുക, രണ്ട് ചാലക കമ്പികൾ തമ്മിൽ നേരിട്ട് തൊട്ടു പോവുക. അങ്ങനെ വന്നാൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവും. ഇതിനാണ് എന്ത് പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഇപ്പൊ നമ്മൾ വീട്ടിൽ അതിന് സാധ്യത ഉണ്ട്. എങ്ങനെ വെച്ചാല്, ഇപ്പൊ നമ്മൾ ഈ വയറൊക്കെ ചിലപ്പോ അതിന്റെ പ്ലാസ്റ്റിക് കോട്ടിങ് നഷ്ടപ്പെടും. ചിലപ്പോ ഉറുമ്പ് തിന്നിട്ട്, ഉറുമ്പൊക്കെ നന്നായിട്ട് നമ്മളെ വയറ് തിന്നു പോകും, നമ്മൾ അറിയണ്ടാവില്ല. ഉറുമ്പ് തിന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ഇതിന്റെ രണ്ട് വയറിന്റെയും പ്ലാസ്റ്റിക് കോട്ടിങ് നീങ്ങിപ്പോയാൽ ആ രണ്ട് കമ്പി തമ്മിൽ തൊടൂലേ, അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിന്റെ ഉള്ളിലെ പല ഉപകരണങ്ങൾക്കുള്ളിൽ ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ പുറത്തൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഇസ്തിരിപ്പെട്ടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മോട്ടറിന്റെ ഉള്ളിലോ മിക്സിന്റെ ഉള്ളിലോ ഒക്കെ അങ്ങനെ സംഭവിക്കാം. അവിടെ രണ്ട് ഈ പ്ലാസ്റ്റിക് കോട്ടിങ് നീങ്ങിപ്പോയിട്ട് രണ്ട് വയറുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ ടച്ച് ആവാം. ഇപ്പൊ ചില ഉപകരണങ്ങളൊക്കെ ഉണ്ട്, ഇപ്പൊ കമ്പ്യൂട്ടർ, അതുപോലെ നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്കറില്ലേ, കറണ്ട് അടുപ്പൊക്കെ അല്ലേ, അതിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, കൂറ പോലെയുള്ള കൂറല്ലേ, പാറ്റ കൂറയൊക്കെ അല്ലേ, നമ്മുടെ ഒരു മൂലയിൽ വെച്ച് കഴിഞ്ഞാൽ കൂറ കയറും, അങ്ങനത്തെ ജീവികൾ കയറും. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുക വെച്ചാല്, ഇപ്പോ കുറെ വയറുകൾ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നുണ്ടാവും കമ്പ്യൂട്ടറിലൊക്കെ. അപ്പൊ ഒരു കൂറ പോലത്തെ ഒരു ജീവി ചെന്നിട്ട് ഇങ്ങനെ അത് കിടന്നാൽ, ഞാൻ ഇപ്പൊ വരച്ച കാണുന്നുണ്ടാവും നമ്മള്, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വയറ് തമ്മിൽ ടച്ച് ആവും. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അങ്ങനത്തെ സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു പൊട്ടലും തീപ്പൊരിയൊക്കെ കാണാം, ഫ്യൂസ് ഒക്കെ പോകും. അപ്പൊ എന്തായാലും ശരി, ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെ രണ്ട് വയറുകൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആവുന്നതിനാണ് എന്ത് പറയാ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാം. ചിലപ്പോൾ നമ്മളെ വീടിന്റെ പുറത്ത് നിങ്ങൾ ഇലക്ട്രിക് ലൈന് കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലമാണ്. ഈ മഴക്കാലം അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താ സാധാരണ പറയാ, കറണ്ട് അടിച്ചാൽ കാറ്റ് പോകും, കാറ്റടിച്ചാൽ കറണ്ട് പോകുന്ന പറയാ. കാറ്റടിച്ചാൽ അപ്പൊ നമുക്ക് കറണ്ട് പോകും. ഇവിടെ പിന്നെ അങ്ങനെ പറയാറില്ലേ. അപ്പോ ഈ ചിലപ്പോൾ മരം വീണിട്ട്, മരത്തിന്റെ കൊമ്പ് വീണിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ തെങ്ങിന്റെ മുകളിൽ നിന്ന് മടൽ വീണിട്ട് ഒക്കെ ഈ രണ്ട് കമ്പി തമ്മിൽ കൂടി പണഞ്ഞു കിടക്കണതാണ്. അങ്ങനെ കൂടി പണിയുന്ന സമയത്ത് അവിടെ തീപ്പൊരിയൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? ആ രണ്ട് വയറ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന അമിത വൈദ്യുത പ്രവാഹം അഥവാ ഷോർട്ട് സർക്യൂട്ടിന് ഉദാഹരണമാണ് ഇതൊക്കെ. അപ്പൊ ഏതായാലും ശരി, ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ അല്ലെങ്കിൽ ഓവർലോഡിങ് ഉണ്ടായാലോ ആണ് സാധാരണഗതിയിൽ നമുക്ക് എന്തുണ്ടാവുക, അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുക. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ സംരക്ഷിക്കാനാണ് എന്തുപയോഗിക്കുന്നത്, ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി നോട്ട്ബുക്ക് എടുക്കുക, എല്ലാവരും നോട്ട്ബുക്ക് എടുക്കാം. അല്ല, അവസാനം എഴുതിയ നോട്ട് എന്താണ്? നിക്രോമിന്റെ സവിശേഷത. ഓക്കെ. അപ്പൊ ഇനി സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്നൊരു സൈഡ് ഹെഡിങ് എഴുതാം. സേഫ്റ്റി ഫ്യൂസ്, മലയാളം സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ്. എഴുതിക്കോളൂ. അമിത വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ നിന്നും ഒരു സർക്യൂട്ടിനെയും അതിലെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഫ്യൂസ് ഉപയോഗിക്കുന്നു. ഫ്യൂസ് ഉപയോഗിക്കും. ഇനി അടുത്ത പാരഗ്രാഫിൽ എഴുതാം. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വയർ
താഴ്ന്ന ദ്രവണാങ്കമുള്ള ഫ്യൂസ് വയർ, ബ്രാക്കറ്റിൽ എഴുതുക ടിന്നും ലെഡും ചേർന്ന സങ്കരം. ബ്രാക്കറ്റിൽ എഴുതുക ടിന്നും ലെഡും ചേർന്ന സങ്കരം, എന്നൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ദ്രവണാങ്കം കുറഞ്ഞ ഫ്യൂസ് വയർ ചൂടായി ഉരുകുകയും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം നിലക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അപകടങ്ങൾ ഒഴിവാകുന്നത്. ഇതിന്റെ താഴെ എഴുതാം അമിത വൈദ്യുത പ്രവാഹത്തിനുള്ള കാരണങ്ങൾ. അമിത വൈദ്യുത പ്രവാഹത്തിനുള്ള കാരണങ്ങൾ. അതിൽ ഒന്നര നമ്പർ ഇടണമെന്നല്ല, ആദ്യത്തെ ഒരു പോയിന്റ് ഓവർലോഡിങ്. എന്നിട്ട് ആ ഓവർലോഡിങ് എന്നുള്ളതിന് നേരെ ചെറിയൊരു വിശദീകരണം എഴുതാം. ഒരു സർക്യൂട്ടിൽ നിശ്ചയിച്ചതിലും അധികം പവർ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഓവർലോഡിങ്. അടുത്തത് ഷോർട്ട് സർക്യൂട്ട്. എന്നിട്ട് അതിന്റെ നേരെ എഴുതാം മെയിൻസിലുള്ള രണ്ട് വയറുകളും ഒരു ഉപകരണത്തിന്റെ സാന്നിധ്യമില്ലാതെ നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ഇനി അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് എഴുതാം. ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായ ആംബയറേജിലുള്ള ഫ്യൂസ് വയറാണ് ഉപയോഗിക്കേണ്ടത്. ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായ ആംബയറേജിലുള്ള ഫ്യൂസ് വയറാണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ താഴെ എഴുതാം ആംബയറേജ്. ഇപ്പൊ സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതാം ആംബയറേജ് സമം വാട്ടേജ് ബൈ വോൾട്ടേജ്. W/V എന്ന് എഴുതിയതിന്റെ അർത്ഥം
വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് ബൈ വോൾട്ടേജ്. ആംപയറേജ് സമം വാട്ടേജ് ബൈ വോൾട്ടേജ്. ഇനി അടുത്ത വരിയിൽ ഏതാ? സുരക്ഷാ ഫ്യൂസുകൾ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. സുരക്ഷാ ഫ്യൂസുകൾ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. സുരക്ഷാ ഫ്യൂസുകൾ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും എഴുതാൻ ഫുള്ള് കിട്ടാതെ വിട്ടുപോയവരുണ്ടെങ്കിൽ പറയട്ടോ. കാരണം പല സ്ഥലത്തും റേഞ്ച് പ്രോബ്ലം ഉണ്ട്, മഴ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ വിട്ട് മുറിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ആരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നഷിത പറയും. ഓവർലോഡിങ് ഒരു സർക്യൂട്ടിൽ നിശ്ചയിച്ചതിലും അധികം പവർ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഓവർലോഡിങ്. ഒരു സർക്യൂട്ടിൽ നിശ്ചയിച്ചതിലും അധികം പവർ ഉപയോഗിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവസ്ഥയാണ് ഓവർലോഡിങ്. എഴുതിയോ നശ്ചിത? ഓക്കെ, ശരി. അപ്പൊ നോക്കാം. നമ്മൾ ഇപ്പൊ ലാസ്റ്റ് എഴുതി വെച്ചത് ഒരു സർക്യൂട്ടില്, ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായ ആംപയറേജിലുള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം എന്നാണ്. ആ ആംപയറേജ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഉണ്ടോ? ഇല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ പറയുന്ന അർത്ഥം എന്താ അറിയോ? നമ്മളിപ്പോ ഓരോ വീടും, ഇനിയിപ്പോ ഒരു വീട്ടിൽ തന്നെയുള്ള ഓരോ മുറികളും ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സമല്ല. അപ്പൊ നമ്മൾ വീട് വെച്ച് പറയാം. ഇപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ ഒരേപോലെയാണോ? എല്ലാവരുടെ വീട്ടിലും ഒരേപോലെയാണോ ഉപകരണങ്ങൾ ഉള്ളത്? ആവൂല്ലല്ലോ, ഉറപ്പല്ലേ? പല വീട്ടിലെ റൂമിന്റെ എണ്ണത്തിനനുസരിച്ച് ഉള്ള റൂമിന്റെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അളവ്. ഇപ്പൊ ചില ആൾക്കാരുടെ വീട്ടിൽ ഒറ്റ ഡോറുള്ള ഫ്രിഡ്ജ് ആയിരിക്കും, ചില ആളുകളുടെ വീട്ടിൽ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് ആയിരിക്കും, ചില വീട്ടിൽ ഫ്രിഡ്ജേ ഉണ്ടാവില്ല. അതുപോലെയാണ് വാഷിംഗ് മെഷീന്റെ കാര്യം. ഉള്ളതുണ്ട്, ഇല്ലാത്തവരുണ്ട്, അതന്നെ പല വലിപ്പത്തിലുള്ളതുണ്ട്. അപ്പൊ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, എല്ലാവരുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ ഒരിക്കലും ഒരേപോലെ അല്ല. അതുപോലെ വീടിന്റെ പിന്നെ ഉപയോഗപ്പെടുത്തുന്ന ആകെ ഉപകരണങ്ങളുടെ എണ്ണം ഒരുപോലെയല്ല, ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് അമിത വൈദ്യുത പ്രവാഹം എന്ന് പറയുമ്പോൾ ഈ അമിത ആവൽ എപ്പോഴാണ്? ഈ ഓവർലോഡിങ് വരുന്നു, ഷോർട്ട് സർക്യൂട്ട് എന്നൊക്കെ ശരി. പക്ഷെ ഇത് അമിതാണോ അതല്ല പരിധിക്ക് ഉള്ളിലാണോ എന്ന് കണക്കാക്കലാരാ? അത് ആംപയറേജ്. അതായത് ഇപ്പോ എന്റെ ഒരു വീട്ടില്, ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഇപ്പൊ ഒരു റൂമില് 4 ബൾബുണ്ട്, ഒരു ഫാനും ഉണ്ടെന്ന് വിചാരിക്കാം. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഉപയോഗിക്കുമ്പോഴാണല്ലോ അത് അമിത വൈദ്യുത പ്രവാഹമാവുക. 4 ബൾബിനും ഒരു ഫാനിനുള്ള കണക്ഷൻ ഞാൻ ആദ്യമേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ 5 ഉപകരണങ്ങളെ ഘടിപ്പിക്കാനുള്ള സംവിധാനം ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ട്. ആ ഒരു മുറിയിൽ ഞാൻ 7 ഉപകരണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അമിത വൈദ്യുത പ്രവാഹത്തിന് കാരണമാവും. എന്റെ തൊട്ടപ്പുറത്തൊരു വീട്ടില് അവിടെ 3 ഉപകരണങ്ങളെയാണ് ഓല ആദ്യം തീരുമാനിച്ചത്, 2 ബൾബും ഒരു ഫാനും. അപ്പൊ അതിനുള്ള കണക്ഷനാണ് അവരവിടെ ഉപയോഗിച്ചത്. ആ ഒരു വീട്ടിൽ 5 ഉപകരണം ഉപയോഗിച്ചാൽ തന്നെ എന്തായി? അമിത വൈദ്യുത പ്രവാഹമായി. എന്നാൽ എന്റെ റൂമിൽ 5 ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ അമിത വൈദ്യുത പ്രവാഹം അല്ല. എന്തുകൊണ്ട്? ഞാൻ ആദ്യം 5 ഉപകരണങ്ങളെ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെ അത് അവർക്ക് അമിത വൈദ്യുതി ആയത്? അവർ ആദ്യം 3 ഉപകരണത്തിനെ കണക്കാക്കിയിട്ടുള്ളൂ. അവിടെ 5 ഉപകരണം വരുമ്പോഴാണ് പ്രശ്നം. ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഒരു അമിത വൈദ്യുതി എന്ന് പറയുന്നത് എന്റെ വീട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ആയിക്കൊള്ളണം എന്നില്ല. അപ്പോ ഓരോ വീട്ടിലും ഓരോ സർക്യൂട്ടിലും അവിടെ എത്ര വൈദ്യുതിയാണ് അവിടുത്തെ പരിധി, അതിനാണ് ആംപയറേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെ തീരുമാനിക്കുക?
ആ തീരുമാനിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ വയറിങ് ചെയ്ത് വയറും സ്വിച്ചും ഉപകരണമൊക്കെ ഘടിപ്പിക്കുക. വയറിങ് ചെയ്യുന്നതിന്റെ മുൻപ് ഈ വയറിങ്ങിന് ചെയ്ത് വരുന്ന ഇലക്ട്രീഷ്യൻ ഇല്ലേ, അവർ ഇതിന്റെ ഒരു കണക്കൊക്കെ റെഡിയാക്കി കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വയറിങ് ചെയ്യുക. അപ്പൊ അത് ഓരോ വീട്ടിലും ആദ്യമേ നമ്മൾ നിശ്ചയിക്കുന്നുണ്ട് എത്രയാണ്, അതിനേക്കാൾ കൂടുമ്പോഴേ അതെന്താവുള്ളൂ, അമിത വൈദ്യുത പ്രവാഹം. അപ്പൊ ആ അളവ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആകെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പവർ എടുക്കുക, അതാണ് വാട്ടേജ്. ഇപ്പൊ നമ്മൾ ഈ സമവാക്യം എഴുതി വെച്ചല്ലേ, നിങ്ങൾ ആംബിയറേജ് സമം വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് എഴുതിയില്ലേ. എന്താ വാട്ടേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? നമ്മൾ ഇവിടെ ആദ്യമേ തീരുമാനിക്കണം ഇത്ര ഉപകരണങ്ങൾ വേണം, അപ്പൊ ആ ഉപകരണങ്ങളുടെ പവറുകൾ മൊത്തം കൂട്ടുക, അതാണ് വാട്ടേജ്. അതിനെ അവിടുത്തെ വോൾട്ടേജ് കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നമ്മളെ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയറിന്റെ അളവ്, ആംബിയറേജ്. അതിപ്പോ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ കട്ടിയിലല്ല വരിക, എല്ലാം ഒരേ അളവിലല്ല വരിക. നമ്മളിപ്പോ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും നമ്മൾ അളവിന് ഇപ്പൊ നമ്മള് പിന്നെ നിങ്ങൾ നോട്ട് പുസ്തകം വാങ്ങുമ്പോൾ എല്ലാ നോട്ട് ബുക്കിലും പേജിന്റെ എണ്ണം ഒരുപോലെ അല്ലല്ലോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ പേജുകൾ വാങ്ങും, കുറച്ച് പേജുകൾ വാങ്ങും, വീതി കൂടിയത് വാങ്ങും. അങ്ങനെ ഓരോ രീതിയില്ലേ ഓരോ ഉപകരണത്തിനും ഓരോ കാര്യത്തിനും. അതുപോലെ ഫ്യൂസ് വയറും എല്ലാം ഒരേ വലിപ്പത്തിൽ ഒരേ അളവിലല്ല ഒരേ കട്ടിയിലല്ല. നമുക്ക് ആവശ്യമുള്ള ആംബിയറേജിനനുസരിച്ചാണ് ഫ്യൂസ് വയർ വാങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ആംബിയറേജ് എത്ര എന്നത് ആദ്യമേ തീരുമാനിക്കാണ്. എങ്ങനെ? അത് തീരുമാനിക്കാനുള്ള വഴിയാണ് നമ്മൾ ആ വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതൊക്കെ ഉപകരണങ്ങൾ വേണം നമ്മൾ ആദ്യം പറയുന്നുണ്ട്, ആ ഉപകരണങ്ങളുടെ പവർ, അതാണ് വാട്ടേജ് ബൈ അവിടുത്തെ വോൾട്ടേജ്. അതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ഫ്യൂസ് വയറിന്റെ അളവ്, കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ കപ്പാസിറ്റിയിലുള്ള ഫ്യൂസ് വയർ ആണ് നിങ്ങൾ വെക്കേണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ഞാൻ എന്റെ വീട്ടിൽ 5 ആംബിയറിന്റെ ഫ്യൂസ് ആണ് വേണ്ടത്. എന്റെ കപ്പാസിറ്റി ഞാൻ ആദ്യമേ തീരുമാനിച്ചു, എത്ര? 5 ആംബിയർ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 3 ആംബിയറിന്റെ ഫ്യൂസ് വയർ വാങ്ങി ഘടിപ്പിച്ചാൽ മതിയോ? പോരാ. കാരണം എന്താ? എന്റെ വീട്ടിൽ 5 ആംബിയറിന്റെ കറണ്ട് ഒഴുകും. ഞാൻ അവിടെ കൊണ്ടുപോയി 3 ആംബിയറിന്റെ ഫ്യൂസ് കെട്ടിയാൽ ആ ഫ്യൂസ് വയറിന് മാക്സിമം പരമാവധി എത്ര കറണ്ടിനെ താങ്ങാൻ പറ്റുള്ളൂ? 3 ആംബിയർ കറണ്ടിനെ താങ്ങാൻ പറ്റുള്ളൂ. എന്നാൽ എന്റെ വീട്ടിൽ എത്ര ആംബിയർ ആവശ്യമുണ്ട്? 5 ആംബിയർ ഒഴുകും, 5 ആംബിയർ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ കൊണ്ടുപോയി 3 ആംബിയറിന്റെ ഫ്യൂസ് കെട്ടിയാൽ ആ ഫ്യൂസിലൂടെ വരുന്നത് അമിത വൈദ്യുതി ആയിട്ട് ഫ്യൂസിന് തോന്നും. ശരിക്കും 5 ആംബിയർ എനിക്ക് അമിത വൈദ്യുതി അല്ല, എനിക്കത് ആവശ്യമുണ്ട്. ഞാൻ പക്ഷെ കൊണ്ടുപോയി കെട്ടിയത് ഏതാണ്? 3 ആംബിയർ ആണെന്ന് വെച്ചോളി. ആ ഫ്യൂസ് വയറിന് അത് അമിത വൈദ്യുതിയായി തോന്നും. കാരണം അതിന്റെ പരിധി എത്ര? 3 ആംബിയർ ആണ്, അത് അത്രേ താങ്ങുള്ളൂ. അപ്പൊ എന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറണ്ട് വന്നാൽ പോലും ആ ഫ്യൂസ് വയർ പൊട്ടി ഉരുകി പോകും. എന്റെ വീട്ടിൽ ഒരിക്കലും കറണ്ട് ഉണ്ടാവില്ല, എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ ചില വീട്ടിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് ഇതുപോലെ ആവശ്യത്തിനില്ലാത്ത, നമുക്ക് ആവശ്യത്തിലും കുറഞ്ഞ ഫ്യൂസ് വയർ കെട്ടിപ്പോയി. അങ്ങനെ കെട്ടാൻ പാടില്ല, അങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല. അതേസമയം എനിക്ക് 5 ആംബിയർ ആവശ്യമുള്ളൂ, ഞാൻ കൊണ്ടുപോയിട്ട് 15 ആംബിയറിന്റെ ഫ്യൂസ് വയർ ഇവിടെ കെട്ടിയെന്ന് വിചാരിച്ചോളി. 5 ആംബിയർ ആവശ്യമുള്ള എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയി 15 ആംബിയർ കെട്ടിയാൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിന് ഒരു 10 ആംബിയർ കറണ്ട് അമിത വൈദ്യുതിയായി എന്റെ വീട്ടിലേക്ക് വന്നാലും ആ ഫ്യൂസ് വയർ പൊട്ടൂല. കാരണം എന്താ? അതിന് 15 ആംബിയർ വരെ താങ്ങാനുള്ള കഴിവുണ്ട്. ശരിക്കും എന്റെ വീട്ടിൽ എത്ര ആവശ്യമുള്ളൂ? 5 ആംബിയർ ആവശ്യമുള്ളൂ. എന്നാൽ ഇപ്പോ 10 ആംബിയർ വന്നാൽ ഈ ഫ്യൂസ് പൊട്ടൂല. അപ്പൊ ആ കറണ്ട് എന്ത് ചെയ്യും? എന്റെ വീട്ടിന്റെ ഉള്ളിലേക്കാണ് പോകും. അപ്പൊ എന്റെ ടിവിയോ എന്റെ ഫ്രിഡ്ജോ കമ്പ്യൂട്ടറോ ഒക്കെ കത്തി അടിച്ചു പോകും. വീട്ടിൽ ചിലപ്പോൾ തീപിടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയും പറ്റൂല. അപ്പൊ അതാ ഈ നിങ്ങൾ നേരത്തെ എഴുതി വെച്ചതിന്റെ അർത്ഥം, ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായ ആംബിയറേജിലുള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കണം. അതായത് അത് കുറയാനും പോകണ്ട, കുറെ കൂടാനും പോകണ്ട, ഏകദേശം യോജിച്ചത്. ഏകദേശം യോജിച്ചത് എന്ന് പറയാൻ കാരണം കൃത്യമായ അളവിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കൃത്യമായ അളവിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അതും വേണം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ അനുയോജ്യമായ ആംബിയറേജ് എന്ന് പറയുന്നത്. കൃത്യമായ ആംബിയറേജ് എന്നല്ല പറഞ്ഞത്, അനുയോജ്യമായ ആംബിയറേജ്. ഇപ്പോ നിങ്ങൾക്കൊരു 4.5 ആംബിയർ ആണ് ആവശ്യമുള്ളത് എന്ന് വിചാരിച്ചോളി. പീഡിയ ചെന്ന് നോക്കുക, നമ്മളൊരു 4.5 ആംബിയറിന്റെ ഫ്യൂസ് വയർ വേണമെന്ന് പറഞ്ഞിട്ട് പീഡിയ ചെന്നാല് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ ആംബിയറിലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കറക്റ്റ് തന്നെ പീഡിയയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ 5 ആംബിയറിന്റെ ഫ്യൂസ് വയർ ഉണ്ട്, പിന്നെ 2 ആംബിയറിന്റെ ഫ്യൂസ് വയർ ഉണ്ട്, 5 ആംബിയറിന്റെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് 4.5. അപ്പൊ നമ്മൾ ചിലപ്പോൾ 5 ആംബിയർ വാങ്ങി വെക്കേണ്ടി വരും. കാരണം 4.5-നേക്കാൾ കുറവ് ഏതായാലും പറ്റൂല.
പിന്നെ തൊട്ടടുത്ത് കുറച്ച് കൂടിയതുള്ള 5 ആംപിയർ ആണ്. അങ്ങനെയൊക്കെ ചിലപ്പോൾ സാഹചര്യം അനുസരിച്ച് വെക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ശരി, ഒരു സർക്യൂട്ടിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? ഓരോ സർക്യൂട്ടിലും അനുയോജ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് ആവണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനോട് ഏതാണ്ട് യോജിക്കുന്ന ആംബിയറേജിലുള്ള ഫ്യൂസ് വെക്കണം. ഒരുപാട് കുറവുള്ളതോ ഒരുപാട് കൂടുതലുള്ളതോ രണ്ടും നമുക്ക് ശരിയാവില്ല. ഒരുപാട് കുറവുള്ളത് വെച്ചാൽ നമ്മൾ വീട്ടിൽ കറണ്ട് നിൽക്കൂല, എപ്പോഴും പോയിക്കൊണ്ടേ നിൽക്കും. ഒരുപാട് കൂടുതലുള്ളത് കൊണ്ടുവച്ചാലോ അമിത വൈദ്യുതി വന്നാലും നമ്മളെ ഫ്യൂസ് പൊട്ടൂല, അപ്പൊ അപകടം ഉണ്ടാവും ചെയ്യും. അതാണ് അനുയോജ്യമായ ആംബിയറേജിലുള്ള ഫ്യൂസ് വെക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക ആംബിയറേജ്? അതിനുള്ള വഴിയാണ് വാട്ടേജ് ബൈ വോൾട്ടേജ്. ശരി, ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. എല്ലാവരും ഒരു ചോദ്യം എഴുതാം. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. തന്നിട്ടുള്ളവയിൽ ഈ സർക്യൂട്ട് താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ആ മതി, ബാക്കിയുള്ള എഴുതല്ലേ കേട്ടോ. താഴെ പറയുന്ന ഉപകരണം, മറ്റേ ഒന്നായിട്ട് കൺഫ്യൂഷൻ ആയിപ്പോ. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു, അത്രയും മതി. താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. അതിന്റെ ശേഷം തന്നിട്ടുള്ളവയിൽ എന്ന് പറഞ്ഞതാണ് വെട്ടിക്കാലി. ആ വെട്ടിക്കാലി. താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഇനി താഴെ എഴുതാം. ഒന്ന് ഇസ്തിരിപ്പെട്ടി 750 വാട്ട്സ്. ഇസ്തിരിപ്പെട്ടി 750 വാട്ട്സ്. ഒന്ന് ഇസ്തിരിപ്പെട്ടി 750 വാട്ട്സ്. രണ്ട് LED ബൾബ് 5 വാട്ട്സ്. 2 LED ബൾബ് 5 വാട്ട്സ്. 5 വാട്ട്സ് ആണ് 5 W എന്ന് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ സ്ക്രീനിൽ അതിന്റെ അളവുകൾ എഴുതുന്നുണ്ട്. LED ബൾബ് 5 വാട്ട്സ്. 3 കമ്പ്യൂട്ടർ 245 വാട്ട്സ്. 3 കമ്പ്യൂട്ടർ 245 വാട്ട്സ്. ഒന്ന് ഇസ്തിരിപ്പെട്ടി 750 വാട്ട്സ്. 2 LED ബൾബ് 5 വാട്ട്സ്. 3 കമ്പ്യൂട്ടർ 245 വാട്ട്സ്. ഇനി അതിന്റെ താഴെ ഇതാ സർക്യൂട്ടിലെ വോൾട്ടത 220 വോൾട്ട് ആണ്. സർക്യൂട്ടിലെ വോൾട്ടത 220 വോൾട്ട് ആണ്. സർക്യൂട്ടിലെ വോൾട്ടത 220 വോൾട്ട് ആണ്. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് കാണുക. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് കാണുക. എന്നൊരു ബ്രാക്കറ്റിൽ 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ. ബ്രാക്കറ്റിൽ 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ. ബ്രാക്കറ്റിൽ 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ. ഇപ്പൊ ചോദ്യം എന്താ അറിയോ? ഒരു സർക്യൂട്ടിൽ ഈ പറയുന്ന ഒരു ഇസ്തിരിപ്പെട്ടി, എത്രേന്റെ ഇസ്തിരിപ്പെട്ടി? 750 വാട്ട്സിന്റെ ഒരു ഇസ്തിരിപ്പെട്ടി, 5 വാട്ട്സിന്റെ ഒരു LED ബൾബ്, 245 വാട്ട്സിന്റെ ഒരു കമ്പ്യൂട്ടർ. ഇത് മൂന്നുമാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ വോൾട്ടേജ് എത്ര? 220 വോൾട്ടാണ്. ഈ സർക്യൂട്ടിൽ ഒരു ഫ്യൂസ് വെക്കണം. അപ്പൊ നിങ്ങൾ ആ ഫ്യൂസിന്റെ ആംബിയറേജ് കണ്ടുപിടിക്കണം. എത്ര ആംബിയറേജ് കിട്ടുക? എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ടേജിനെ വോൾട്ടേജ് കൊണ്ട് ഹരിക്കുക. ആകെ പവറിനെ വോൾട്ടേജ് കൊണ്ട് ഹരിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിനോട് യോജിക്കുന്ന അളവ് ഇതിൽ ഏതാ ഉള്ളത്? ആ അളവ് നിങ്ങൾ തെരഞ്ഞെടുത്ത് ഉത്തരാക്കി എഴുതുക. ചെയ്തു നോക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് കൈ പൊന്തിക്കുക കേട്ടോ.
എല്ലാവരും ചെയ്തോളി, എന്നിട്ട് കൈപ്പൊന്തി. ഫർഹാൻ അഹമ്മദ് എന്താ കിട്ടിയേ? ഫർഹാൻ. ഹലോ സർ, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ശരിയാക്കിക്കോ ശരിയാക്കിക്കോ ശരിയാക്കിക്കോ. ദിൽഫ. ഫർഹാൻ മൈക്ക് ഓഫ് ആയി. ദിൽഫ പറയ്. 4.5 ആണോ? ഓക്കെ, അതായത് ഹരിച്ചപ്പോ 4.5 കിട്ടി. നമ്മളോട് പറഞ്ഞ ഈ പക്ഷെ 4.5 നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിലുള്ള അളവ് ബ്രാക്കറ്റിൽ തന്നു. 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ. ഇതേ നമുക്ക് തന്നിട്ട് നമ്മളെ മുമ്പിൽ ഉള്ളൂ സാധനം. നമുക്ക് ആവശ്യമുള്ളത് 4.5 ആണ്. പക്ഷെ 4.5 ഇപ്പൊ അവൈലബിൾ അല്ല. അവൈലബിൾ ഉള്ള എത്രയാ? 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ തന്നില്ലേ? ബ്രാക്കറ്റ് തന്നില്ലേ? 5 ആംപിയർ. അതിൽ നിന്ന് നമ്മൾ ഏതെടുത്ത് ഇവിടെ ഉപയോഗിക്കുന്നതാണ് ചോദ്യം. 5 ആംപിയർ. യെസ്, അപ്പൊ 5 ആംപിയർ ഉപയോഗിക്കും. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നിങ്ങളിപ്പോ എങ്ങനെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക? ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ആംപിയറേജ് കിട്ടണമെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ചെയ്യണം. അപ്പൊ വാട്ടേജ് എത്ര? വാട്ടേജ് പറഞ്ഞാൽ ഈ 3 ഉപകരണങ്ങളുടെയും പവർ കൂട്ടുക. ഇസ്തിരി പെട്ടിക്ക് 750 പ്ലസ് ബൾബിന് 5 പ്ലസ് കമ്പ്യൂട്ടറിന് 245. ആ 3 സംഖ്യയും കൂട്ടുക. അതാണ് വാട്ടേജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ 750ഉം 5ഉം 245ഉം കൂട്ടി 1000 എന്ന് കിട്ടും അല്ലെ? എത്ര കിട്ടും? 1000 എന്ന് കിട്ടും. ബൈ എത്ര വോൾട്ട്? 220. അപ്പൊ 1000നെ 220 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 4.5 സംതിങ് ആണ് കിട്ടുക. കൃത്യമായി പോവില്ലുണ്ടാവില്ല. ഏതായാലും ശരി, കൃത്യമായി പോയാലും 4.5 ദശാംശ സംഖ്യ കിട്ടാം. അപ്പൊ ഇതാണ് നമ്മൾ വീട്ടിൽ ആവശ്യമുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ എന്താ പറഞ്ഞേ? ഈ ആവശ്യമുള്ളത് നമുക്ക് ലഭ്യമല്ല, അവൈലബിൾ അല്ല. അവൈലബിൾ ആയത് ഏതാണ്? ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 2. ഇത്ര നമ്മൾ ചെയ്തു വെച്ചു 4.5. എന്നിട്ട് നോക്കാണ് 4.5 നമുക്ക് ആവശ്യമുള്ളത്. അത് ഉണ്ടോ? വീഡിയോയിലുണ്ടോ? ഇല്ല. ഏതാ ഉള്ളത്? 2 ആംപിയർ ഉണ്ട്, 5 ആംപിയർ ഉണ്ട്, പിന്നെ ഏതാ 10 ആംപിയർ ഉണ്ട്. അപ്പൊ 4.5 ആവശ്യമുള്ള സ്ഥലത്ത് 2 ആംപിയർ വെച്ചിട്ട് കാര്യമുണ്ടോ? പോരാ. 10 ആംപിയർ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ അതിനോട് യോജിച്ചേതാ? നമുക്ക് ഏറ്റവും അതിനോട് അനുയോജ്യമായി വരുന്ന 5 ആംപിയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഈ ചെയ്തതിന് ശേഷം തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കാവുന്നത് 5 ആംപിയർ എന്ന് എഴുതിയിട്ട് പൂർത്തിയാക്കുക ഉത്തരം. തന്നിരിക്കുന്നവയിൽ ശരിക്കും 5 ആംപിയർ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. 4.5 ആവശ്യമുള്ളൂ. ബട്ട് തന്നതിൽ ഏതാ നമ്മൾ എന്നാണ് ചോദിച്ചത്. അപ്പോ തന്നിരിക്കുന്നവയിൽ 5 ആംപിയർ ആണ് സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടത് എന്ന് എഴുതിയിട്ട് ഉത്തരം മുഴുവനാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഉത്തരം കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്നാ വേറൊരു ചോദ്യം ആയിരിക്കും. അടുത്തൊരു ചോദ്യം. 3 കിലോ വാട്ട് പവറുള്ള 3 കിലോ വാട്ട് പവറുള്ള ഒരു ഹീറ്റർ
ഒരു ഹീറ്റർ 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപയറേജ് കാണുക. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപയറേജ് കാണുക. എന്നിട്ട് ബ്രാക്കറ്റിൽ 5 ആംപിയർ സ്ക്രീനിലുണ്ട്, അത് നോക്കി എഴുതിക്കോളി. 5 ആംപിയർ, 10 ആംപിയർ, 15 ആംപിയർ. 5 ആംപിയർ, 10 ആംപിയർ, 15 ആംപിയർ. ചെയ്ത് കഴിഞ്ഞൊരു റൈസ് ഹാൻഡ് ചെയ്യാം. ഹലോ സർ. പറയൂ വൃന്ദ, എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഈ 3 കിലോ വാട്ട് പവർ ഉള്ള ഒരു ഹീറ്റർ 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. അത്രയും എഴുതിയിട്ടുണ്ടോ? തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപയറേജ് കാണുക. അത്ര എഴുതിയോ വൃന്ദ? ഓക്കെ, ശരി. എന്താണ് ദിയ കിട്ടിയത്? ഈ കൈ പിൻവലിച്ചു പോയി. എന്താ കിട്ടിയത്? 10 ആംപിയർ സാറ് കിട്ടിയത്. ഒരു സംശയം ഉണ്ട്, അത് തന്നെയാണോ? ഈ ചെയ്ത് പറയ്. 240 ഹരിക്കണം 3 ആണോ? അല്ല കേട്ടോ. അത് ഇവിടെ കിലോ വരുമ്പോ കിലോന് അത്ര? ദിയ ഓഫ് ആക്കല്ലേ, ദിയ ഓഫ് ചെയ്യല്ലേ, ദിയ ഓണാക്ക്, പോവല്ലേ. കിലോ ദിയ കിലോട്ട് എന്താ അർത്ഥം? കേന്നിട്ട് എന്താ അർത്ഥം? ഈ ഒരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു പോസ്റ്റ് ഇട്ടു. എപ്പോഴാ 1K ലൈക്ക് ആവല്? ഞാൻ അങ്ങനത്തെ നോക്കല്ലേ അല്ല, ഇജ് നോക്കിയല്ലേ എന്നുള്ളതല്ല, നമ്മൾ സാധാരണ എല്ലാരും കാണണല്ലേ. ഇത്ര K ലൈക്കായി എന്നൊക്കെ പറയില്ലേ നമ്മള്, ഇല്ലേ? ഇത്ര K വ്യൂവേഴ്സ് ആയി എന്നൊക്കെ പറയില്ലേ. K എന്ന് പറയില്ല എപ്പോഴാ? K എന്ന് പറഞ്ഞാൽ കിലോ തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മള് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് 1K ലൈക്കായി എന്ന് പറഞ്ഞാൽ 1000, അല്ല 1 കിലോ ലൈക്കായി തന്നെയാണ് അർത്ഥം. K എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അതൊക്കെ ഓക്കെ.
1000 എന്നുള്ളത് ചുരുക്കിയാണ് കിലോ എന്ന് പറയാം. അത് ഏതിലും കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അപ്പൊ കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 3 കിലോ വാട്ട് എന്താ 3000 3000 വാട്ട് എന്നാണ്. മനസ്സിലായോ? 3000 വരും. ഓക്കെ ശരി, ഇനി ചെയ്ത് നോക്ക്. ഫർഹാൻ അഹമ്മദ് എത്ര കിട്ടിയ? ഫർഹാൻ എത്ര? ഫർഹാനെ ഈ പറയുന്നത് എനിക്ക് ഓഡിയോ ക്ലിയർ അല്ല. ഫർഹാൻ ഓഫ് ചെയ്യ്. ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്, വ്യക്തമാവണില്ല. റേഞ്ച് പ്രോബ്ലം കൊണ്ടാവും എനിക്ക് ക്ലിയർ ആവണില്ല. ദിൽഫ ഹേ? ഹലോ. പറയ് എത്ര കിട്ടിയ? 15. ഓക്കെ ശരി. യാസീൻ? ഹലോ സാർ. യാസീൻ പറയ്. അഹമ്മദ് യാസീൻ. രണ്ട് യാസീൻ്റെ അതില് അഹമ്മദ് യാസീൻ കെ. ഹലോ സാർ. പറയ്. 15 ആംപിയർ. ഓക്കെ. മുഹമ്മദ് ജിനാൻ പി പി. ഹലോ. എത്ര കിട്ടിയ? 15 ആംപിയർ. ഓക്കെ. നഹ്നു ഷറിൻ. ഹലോ സർ. എത്ര? 15 ആംപിയർ. ഓക്കെ. തൻവീർ? 15 ആംപിയർ. അഹമ്മദ് യാസീൻ, അടുത്ത യാസീൻ. 15 ആംപിയർ. ഓക്കെ. 15 ആംപിയർ തന്നെയാണ് കിട്ടുക. ഇനി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നോക്കി എന്താ ചെയ്യാം? നമ്മളെ വാട്ട് ഒറ്റ ഉപകരണമേ ഉള്ളൂ, അപ്പൊ കുറെ ഒന്നുമില്ല. 3000 ആണ്. 3 കിലോ വാട്ട് ആണ് എത്ര? 3000 ബൈ 240. വാട്ടിനെ വോൾട്ട് കൊണ്ട് ഹരിക്കാം. അപ്പൊ 3000-നെ 240 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര? 12 ചില്ലാനായിരിക്കും കിട്ടുന്നുണ്ടാവും അല്ലെ? 12.5 കിട്ടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് തന്നതിൽ ഏതായാലും അതില്ല. അപ്പൊ തന്നതിൽ അതിനോട് പറ്റണ പിന്നെ ഏതേ ഉള്ളൂ? 12 ആവുമ്പോ അതിനേക്കാൾ കൂടിയതേ പറ്റുള്ളൂ, കുറഞ്ഞത് എന്തായാലും പറ്റൂല. അപ്പൊ 15 ആംപിയർ ആൻസർ ആയിട്ട് 15 ആംപിയർ ആൻസർ ആയിട്ട് എടുക്കാം. ഇനി മനസ്സിലാവാത്ത ആരുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ദിൽഫഹാന്റെ മൈക്ക് ഓഫ് ആക്കാം. ഇത് ചെയ്തത് മനസ്സിലാവാത്ത ആരുണ്ടെങ്കിൽ ചോദിക്കും. കെ എന്ന് കാണുമ്പോൾ 1000 എന്ന് മനസ്സിലാക്കിയാൽ മതി, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഇപ്പത്തെ കാലത്ത് അതൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. ഒരു ചോദ്യം കൂടി ചെയ്തോളൂ. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു സർക്യൂട്ടിൽ താഴെ പറയുന്ന ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ഇസ്തിരിപ്പെട്ടി 800 വാട്ട്സ്. ഇസ്തിരിപ്പെട്ടി 800 ഒന്ന് എന്നിട്ട് എഴുതാ. ഇസ്തിരിപ്പെട്ടി 800 വാട്ട്സ്. രണ്ട് 5 വാട്ട്സിന്റെ 4 LED ബൾബുകൾ. 800. രണ്ട് 5 വാട്ടിന്റെ 4 LED ബൾബുകൾ. 5 വാട്ടിന്റെ 4 LED ബൾബുകൾ. 3 60 വാട്ടിന്റെ 2 ഫാനുകൾ. 60 വാട്ടിന്റെ 2 ഫാനുകൾ. 60 വാട്ടിന്റെ 2 ഫാനുകൾ. ഇനി താഴെ ഏതാ? സർക്യൂട്ടിലെ വോൾട്ടത 240 വോൾട്ടാണ്. സർക്യൂട്ടിലെ വോൾട്ടത 240 വോൾട്ട് ആണ്. സർക്യൂട്ടിലെ വോൾട്ടത 240 വോൾട്ട്. പറയ് നഹ്നു. മൂന്നാമത്തെ എന്താ? 60 വാട്ടിന്റെ 2 ഫാനുകൾ. എഴുതിയോ? താഴെ ഏതാ? സർക്യൂട്ടിലെ വോൾട്ടത 240 വോൾട്ട് ആണ്. സർക്യൂട്ടിലെ വോൾട്ടത 240 വോൾട്ട് ആണ്. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപയറേജ് കാണുക. തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംപയറേജ് കാണുക. എന്നിട്ട് ബ്രാക്കറ്റിൽ 2 ആംപിയർ, 5 ആംപിയർ, 10 ആംപിയർ.
ഈ സർക്യൂട്ടിൽ തന്നിരിക്കുന്നവയിൽ ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസിന്റെ ആംബിയറേജ് കാണുക. 2 ആംബിയർ, 5 ആംബിയർ, 10 ആംബിയർ. ചെയ്തോളൂ. ഓക്കെ, അഹമ്മദ് യാസീൻ കെ പറയ്. മുഹമ്മദ് ജി ആ ഓക്കെ. മുഹമ്മദ് ജിനാൻ പി പി 5 ആംബിയർ. ഓക്കെ. ദിൽഫഹ് 5 ആംബിയർ. ഫർഹാൻ അഹമ്മദ് 5 ആംബിയർ സർ. ഓക്കെ. വൃന്ദ ആ 5. ചെയ്തപ്പോ എത്ര വൃന്ദ കിട്ടിയേ? ചെയ്ത കണക്ക് ചെയ്തപ്പോ എത്ര കിട്ടിയേ? 3 പോയിന്റ് അല്ലെ? 3.0. ഓക്കെ, അപ്പൊ നമ്മൾ 5 എടുത്തു. കറക്റ്റ്. ഓക്കെ, ശരി. ദിയൂഫ് 5. തൻവീറ 3.0. 5 അല്ലേ സാറേ? ഓക്കെ. ദിൽന 5. റിഷ്ഫ പർവീൻ 5. ഓക്കെ. അപ്പൊ എല്ലാവർക്കും 5 തന്നെ കിട്ടുക. ചെയ്തപ്പോ 3.0 കിട്ടണം. 4ന്റെ അടുത്തുള്ള ഒരു സംഖ്യ കിട്ടും. പക്ഷെ അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനോട് അനുയോജ്യമായത് ഏതാണ്? 5 ആംബിയർ എന്ന് എഴുതി. ഓക്കെ. അപ്പൊ ഇനി ഞാൻ ഓരോടും ചോദിക്കണില്ല, ഓരോരുത്തരോട് ചോദിക്കണില്ല. ഇനി ആർക്കെയും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. ചോദിക്കുന്നവർക്ക് അങ്ങോട്ട് പറഞ്ഞു തരല്ല, അത് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല. ഇത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഇനി അത് മതി. ഇനി നമ്മളിത് അടുത്ത ഭാഗം പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയുന്നത് ഒരു ഉപകരണത്തിന്റെ പവറിനെ കുറിച്ചാണ്. വൈദ്യുത പവർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ വൈദ്യുത പവർ എന്ന് പറയും. 9ാം ക്ലാസ്സില് പ്രവൃത്തി, പവർ, ഊർജം എന്ന ഒരു പാഠം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. ആർക്കാ അറിയാ പവറിന്റെ നിർവചനം? അറിയുന്നവരൊന്ന് കൈബന്ധിക്ക്. അന്ന് പഠിച്ചതാണ് പവർ. അത് ഓർമ്മ ഉള്ളവരൊന്ന് കൈബന്ധിക്ക്. ആർക്കും ഓർമ്മയില്ല? സാറേ ആ പറയ്. പ്രവൃത്തി ബൈ സമമാണ്. പ്രവൃത്തി ബൈ സമയം ബൈ സമയം. ആ ആണ്. ദിൽന കയ്യൊന്നും വിഷയമല്ല. ദിൽന പറയ്. പ്രവൃത്തി ബൈ സമയം. ആ ശരിയാണ്. അതായത് ഒരു ഉപകരണം ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിന്റെ അളവ്, അങ്ങനെ പറയാം. അതായത് അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കും എന്ന് പറഞ്ഞാല്, നമ്മള് ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു യന്ത്രം അത് ചെയ്ത പ്രവൃത്തിന്റെ അളവ് മാത്രം നോക്കിയാൽ പോരാ. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരാള് 4 സെക്കൻഡ് കൊണ്ട് 200 ജൂൾ പ്രവൃത്തി ചെയ്തു. അതായത് എ എന്ന് പറയുന്ന ആള് ചെയ്ത പ്രവൃത്തിന്റെ അളവ് എത്ര? 200 ജൂളാണ്. എന്നാൽ ബി എന്ന് പറയുന്ന ആള് 150 ജൂൾ പ്രവൃത്തിയെ ചെയ്തിട്ടുള്ളൂ. അയാൾ ആ ചെയ്തത് 2 സെക്കൻഡ് കൊണ്ട്.
ഇപ്പൊ എയുടെ പ്രവൃത്തി നോക്കിയാൽ 200 ജൂൾ ഉണ്ട്, ബി ചെയ്ത പ്രവൃത്തി 150 ജൂളേ ഉള്ളൂ. എ എത്ര നേരം കൊണ്ടാ ചെയ്ത്? 4 സെക്കൻഡ് കൊണ്ടാണ് ചെയ്ത്. ബി 2 സെക്കൻഡ് കൊണ്ടാണ് ചെയ്തത്. ഇതിൽ ആരാണ് ഏറ്റവും നല്ല പണിക്കാരൻ? എ ആണോ ബി ആണോ? ബി. ബി ആണ്. അപ്പൊ എന്താ ബി എന്ന് പറയാൻ കാരണം? ബി 150 അല്ലേ ചെയ്തിട്ടുള്ളൂ, എ 400, എ 200 എഴുതിയില്ലേ? കൂടുതൽ ചെയ്തത് എ അല്ലേ? പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ബി ചെയ്തു നല്ല പണിക്കാരനാന്ന് പറയാൻ കാരണം? അത് കുറച്ച് സമയം കൊണ്ടാ ചെയ്ത്. അപ്പൊ നമ്മൾ രണ്ടാളെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോ എ 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തി എത്ര? എ 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തി 200/4 സമം 50 ജൂളേ ചെയ്തിട്ടുള്ളൂ. ബി 1 സെക്കൻഡിൽ എത്ര ചെയ്ത്? 150/2 എത്ര ചെയ്തിട്ടുണ്ട്? 1 സെക്കൻഡിൽ 75 ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 സെക്കൻഡിൽ കൂടുതൽ പണി ചെയ്തത് ആരാ? ബി ആണ്. അതുകൊണ്ട് ബി നല്ല പണിക്കാരനാണ് നമ്മൾ പറയും. അതിനാണ് പവർ എന്ന് പറയാം. 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിന്റെ അളവിനാണ് എന്ത് പറയാ? പവർ എന്ന് പറയാം കേട്ടോ. അപ്പൊ പവറിന്റെ നിർവചനം എന്താ? 1 സെക്കൻഡിൽ, അത് ഉപകരണമാവട്ടെ, യന്ത്രങ്ങൾ വേറെ ഏതെങ്കിലും ആവട്ടെ, നമ്മളാവട്ടെ, ആരായാലും ശരി, 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. അപ്പൊ എങ്ങനെയാ പവർ കണ്ടുപിടിക്കുക? ചെയ്ത പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കണം. സമയം കൊണ്ട് ഹരിക്കാറുമ്പോ സെക്കൻഡ് കൊണ്ട് തന്നെ ഹരിക്കണം. മിനിറ്റ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റി ഹരിക്കണം. അങ്ങനെയാണ് പവർ കാണാം. ഇത് 9ൽ പഠിച്ചതും ചെയ്തതുമാണ്. പിന്നെ എന്തിനാ അപ്പൊ അത് ഇവിടെ വീണ്ടും എടുത്തു പറയണത്? നമ്മളിപ്പോഴത്തെ ചാപ്റ്റർ എന്തിനെ കുറിച്ചാ? വൈദ്യുത ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ വൈദ്യുത ഉപകരണങ്ങളുടെ പവർ എങ്ങനെ കാണാന്നുള്ളതാണ് പഠിക്കുന്നത്. അതും ഇങ്ങനെ തന്നെയാണ് കാണുക. ഇപ്പൊ ഫാന്, ബൾബ്, ഇസ്തിരിപ്പെട്ടി, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഉപകരണങ്ങളാണല്ലോ. എന്താ ഒരു ഫാനിന്റെ പവർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം? 1 സെക്കൻഡില് ഒരു ഫാൻ എത്ര പ്രവൃത്തി ചെയ്യും? ഇപ്പൊ ഒരു ഫാനിന്റെ, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫാനിന്റെ പവർ 60 വാട്ട്സാ. വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫാനിന്റെ പവർ 60 വാട്ട്സ്. അപ്പോ എന്താ അതിന്റെ അർത്ഥം? നമ്മളെ ഫാന് 1 സെക്കൻഡിൽ 60 ജൂൾ പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 60 ജൂൾ കറണ്ട് ചെലവായി. അങ്ങനെ അതിന്റെ അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അത്രയും ഊർജം വേണ്ടേ? അപ്പൊ അത്രയും ഊർജം ചെലവാണ്. നിങ്ങളെ റൂമിൽ പെട്ട LED ബൾബിന്റെ പവർ 7 വാട്ട്സാ. എന്താ അതിന്റെ അർത്ഥം? അതൊരു സെക്കൻഡിൽ 7 ജൂൾ കറണ്ട് ചെലവാക്കും. അപ്പൊ 7 ജൂൾ പ്രവൃത്തി ചെയ്യും. നിങ്ങളുടെ ഇസ്തിരിപ്പെട്ടിന്റെ പവർ 750 വാട്ട്സാ. പവറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ വാട്ട്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ആ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ചെലവാകും. മനസ്സിലാവുണ്ടോ? നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ പവർ 250 വാട്ട്സാന്ന് വിചാരിച്ചോളൂ. എന്താ അതിന്റെ അർത്ഥം? ആ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന ഓരോ സെക്കൻഡിലും 250 ജൂള് വീതം കറണ്ട് ചെലവാകും. അപ്പൊ ഇതാണ് പവർ. വൈദ്യുത ഉപകരണത്തിന്റെ പവർ എന്നുള്ളത് അതാ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ സെക്കൻഡിലും ചെലവാക്കുന്ന ഊർജത്തിന്റെ അളവ്. എങ്ങനെ കാണാം? പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കണം. ഏത് പവറും കാണാനുള്ള വഴി എന്താണ്? പ്രവൃത്തി ബൈ സമയം എന്നാണ്. പവർ സമം W/T എന്നാണ് നമ്മൾ എഴുതുക. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്കൊരു ഫാനിന്റെ, ഇസ്തിരിപ്പെട്ടിന്റെ, ഹീറ്ററിന്റെ ഒക്കെ പവറാണ് കാണേണ്ടത്. വൈദ്യുത പവർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വൈദ്യുതോപകരണത്തിന്റെ പവർ തന്നെയാണ്. വേറെ മാറ്റൊന്നും പേനില്ല. അപ്പൊ എങ്ങനെ കാണാം? അത് ചെയ്ത പ്രവൃത്തിയെ അത് ചെയ്യാൻ ഉപയോഗിച്ച സമയം കൊണ്ട് ഹരിക്കാം. അപ്പൊ നമ്മൾ ഒരു ഉപകരണം ചെയ്ത പ്രവൃത്തിയായിട്ട് H=I²RT ആണ് പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ജൂൾ നിയമപ്രകാരം ഒരു ഉപകരണത്തിൽ നടന്ന പ്രവൃത്തി എന്താണ്? I²RT ആണ്. അപ്പൊ ആ പ്രവൃത്തിനെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പൊ ഒരു ഉപകരണത്തിന്റെ പവർ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പവർ കാണണമെങ്കിൽ P സമം എന്ത് ചെയ്യുക? I²RT സമയം കൊണ്ട് ഹരിക്കാം. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിക്കാം. ഉപകരണത്തിന്റെ പ്രവൃത്തി എന്താണ്? I²RT ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. അപ്പൊ I²RT എന്തുകൊണ്ട് ഹരിക്കാം? T കൊണ്ട് ഹരിക്കാം, സമയം കൊണ്ട് ഹരിക്കാം. അങ്ങനെ ഹരിക്കുമ്പോ ഇതാ മുകളിലൊരു T ഉണ്ട്, അടിയിലൊരു T ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞൂടെ? നമുക്ക് ഒരേ സംഖ്യനെ വെട്ടിക്കളയാമല്ലോ. അപ്പൊ എന്താ ബാക്കി ഉണ്ടാവുക? P സമം I²R. ഇങ്ങനെയാണ് പവർ കാണാനുള്ള സമവാക്യം നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പവർ കാണാൻ ഉപയോഗിക്കുന്ന സമവാക്യമാണ് എന്ത്? P സമം I²R. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും നോട്ട്ബുക്ക് എടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഹെഡിങ് എഴുതുക, വൈദ്യുത പവർ.
വൈദ്യുത പവർ. വൈദ്യുത പവർ. എന്നിട്ട് ഇങ്ങനെ എഴുതാം. ഒരു വൈദ്യുതോപകരണം ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡിൽ ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവാണ് അതിന്റെ പവർ. ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവാണ് അതിന്റെ പവർ. ഒരു സെക്കൻഡിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ പവറാണ് വൈദ്യുതോർജത്തിന്റെ അളവാണ് അതിന്റെ പവർ. താഴെ ഇതാ പവർ സമം പ്രവൃത്തി ബൈ സമയം. പവർ സമം പ്രവൃത്തി ബൈ സമയം. പവർ സമം പ്രവൃത്തി ബൈ സമയം. അതായത് പി സമം ഡബ്ല്യു ബൈ ടി. അതായത് പി സമം ഡബ്ല്യു ബൈ ടി. പി സമം ഡബ്ല്യു ബൈ ടി. ഇനി താഴെ ഇതാ ജൂൾ നിയമമനുസരിച്ച് ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി I സ്ക്വയർ ആർ ടി ആണ്. ജൂൾ നിയമം അനുസരിച്ച് ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി I സ്ക്വയർ ആർ ടി ആണ്. I സ്ക്വയർ ആർ ടി ആണ്. അതുകൊണ്ട് താഴേക്ക് എഴുതട്ടോ. പി സമം ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ എഴുതാം. പി സമം I സ്ക്വയർ ആർ ടി ബൈ ടി. പി സമം I സ്ക്വയർ ആർ ടി ബൈ ടി. എന്നിട്ട് എന്ത് ചെയ്യാ? ടി രണ്ടും ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. താഴെ എഴുതാ അതുകൊണ്ട് പി സമം I സ്ക്വയർ ആർ. എന്നിട്ട് അതൊരു ബോക്സിലാക്കി കൊടുക്കുക. പി സമം I സ്ക്വയർ ആർ. പി സമം I സ്ക്വയർ ആർ. ഇത്ര എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ. എഴുതാത്ത ആരുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നമ്മൾ ജൂൾ നിയമം അനുസരിച്ച് ഒരു ഉപകരണം ചെയ്ത പ്രവൃത്തിക്ക് വേറെയും സമവാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. VIT എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊർജം കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രവൃത്തി കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. I സ്ക്വയർ ആർ ടി അല്ലാതെ വേറൊരു സമവാക്യമായിട്ട് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? VIT ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഉപകരണം ചെയ്ത പ്രവൃത്തി I സ്ക്വയർ ആർ ടി തന്നെ ആയിക്കോളണമെന്ന് നിർബന്ധമല്ല. എന്തായാലും മതി, VIT ആയാലും മതി. അപ്പൊ VIT ആണ് അത് ചെയ്ത പ്രവൃത്തി എങ്കിൽ നമുക്ക് എങ്ങനെ പവർ കാണും? പവർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? VIT-നെ, ഏത് പ്രവൃത്തിയെയും സമയം കൊണ്ട് ഹരിക്കുക. VIT-യെ എന്ത് ചെയ്താൽ മതി? T കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടിയും കട്ട് ചെയ്ത് പോകും. അപ്പൊ പവർ എന്താവും? പവർ സമം VI എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. VI. അപ്പൊ പവറിന് നമുക്ക് വേറൊരു സമവാക്യം കൂടി കിട്ടി. നേരത്തെ I സ്ക്വയർ ആർ കിട്ടിയ പോലെ വേറൊരു സമവാക്യം പവറിനുണ്ട്. അതെന്താണ്? P സമം V ഇൻറ്റു I. അപ്പൊ ഇപ്പൊ നിങ്ങൾ എഴുതിയതിന്റെ താഴെ ഞാൻ പറയുന്നത് പോലെ എഴുതാം. ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി VIT എന്ന് കണക്കാക്കിയാൽ ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി
VIT എന്ന് കണക്കാക്കിയാൽ എന്നിട്ട് താഴേക്ക് ഏതാ സ്ക്രീനിൽ കാണുന്ന പോലെ P സമം VIT/T എന്നിട്ട് ടിയും കട്ട് ചെയ്യുക. എന്നിട്ട് താഴെ P സമം VI എന്നുള്ളത് ഒരു ബോക്സിലാക്കി എഴുതി വെക്കുക. ഓക്കെ, എഴുതിയല്ലോ. ഇനി ഒന്നും കൂടെ നോക്കാം, ശ്രദ്ധിക്കാം സ്ക്രീനിൽ. നമ്മൾ ജൂൾ നിയമം പറഞ്ഞ സമയത്ത് V²T/R അങ്ങനെയും പ്രവൃത്തി കാണാന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടാവും. V²T/R ഇങ്ങനെയും എന്ത് കാണാം? പ്രവൃത്തി കാണാം. അപ്പൊ അതാണ് പ്രവൃത്തിയെങ്കിൽ പവർ എങ്ങനെ കാണാം? അതിനെ സമയം കൊണ്ട് ഹരിക്കണം. അപ്പൊ സമയം കൊണ്ട് ഹരിക്കുമ്പോ എന്താകും? P സമം V²T/R. അവിടെ സമയത്തിന്റെ ടീം കൂടി കൊടുക്കുക അടിയിൽ, സമയം കൊണ്ട് ഹരിക്കണ്ടേ. അപ്പൊ അങ്ങനെ ഹരിച്ചാൽ എന്താകും? നമ്മളെ ടിയും വെട്ടിപ്പോവും. അപ്പൊ എന്താ ബാക്കിയുള്ളത്? P സമം V²/R എന്ന് വാക്യാവും. അതാണ് പവർ കാണാനുള്ള മറ്റൊരു സമവാക്യം. അത് കള്ളിയിലാക്കി എഴുതും. അപ്പൊ ഇപ്പൊ ഇതിന്റെ താഴെ എങ്ങനെ എഴുതാം? ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി V²T/R ആയാൽ, ഒരു ഉപകരണത്തിന്റെ പ്രവൃത്തി V²T/R ആയാൽ, V²T/R ആയാൽ, ഇനി സ്ക്രീൻ നോക്കിയിട്ട് താഴേക്ക് എഴുതുക. P സമം V²T/R ഇൻറ്റു T ആയിരിക്കും. P സമം V²T/R ഇൻറ്റു T. എന്നിട്ട് ആ ടിയും കട്ട് ചെയ്യുക. എന്നിട്ട് P സമം V²/R എന്നൊരു കള്ളിയിലാക്കി എഴുതാം. ഓക്കെ, ഇപ്പോ എന്തുണ്ടായി? 3 സമവാക്യങ്ങള് പവർ കാണാൻ ഇതുപോലെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ 3 സമവാക്യങ്ങൾ നിങ്ങൾ പവറിന് വേണ്ടി 3 കള്ളിയിലാക്കി എഴുതി വെച്ചു. ഏതൊക്കെ? ഒന്ന് P സമം I²R, മറ്റൊന്ന് P സമം VI, മറ്റൊന്ന് P സമം V²/R. ഇതിൽ ഏതാണ് പവർ കാണാൻ ഉപയോഗിക്കുക? ഏതും ഉപയോഗിക്കേണ്ടി വരും. 3 നിങ്ങൾ പഠിക്കണം. ഒരു ചോദ്യത്തില് പവർ കാണാൻ തരുന്ന ഒരു ചോദ്യത്തില് ഇതിൽ ഏതെങ്കിലും ഒരു സമവാക്യം വേണ്ടി വരും. പക്ഷെ അത് ഏത് സമവാക്യമാണ് നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല, ചോദ്യം കിട്ടിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു ചോദ്യത്തില് I എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ്. പിന്നെ R പ്രതിരോധം. ഇത് തന്നിട്ടുണ്ടെങ്കിൽ, I-യും R-ഉം തന്നിട്ടുണ്ടെങ്കിൽ ഏത് സമവാക്യം ഉപയോഗിക്കുക? P സമം I²R എന്നുള്ള സമവാക്യം ഉപയോഗിക്കുക. അപ്പൊ അത് വേണോ വേണ്ടേന്ന് അറിയാമെങ്കിൽ ചോദ്യം കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. വേറെ വോൾട്ടേജും കറന്റും വിയും ഐയും ആണ് ഒരു ചോദ്യത്തിലെങ്കിൽ നമുക്ക് P സമം VI എന്നുള്ള സമവാക്യം ഉപയോഗിച്ചാൽ മതി. ഒരു ചോദ്യത്തിൽ വിയും ആറും തന്നിട്ടുണ്ടെങ്കിൽ V²/R എന്നുള്ള സമവാക്യം വെച്ച് ചെയ്യാം. അപ്പൊ 3 സമവാക്യം നമ്മൾ അറിയണം. സാഹചര്യം അനുസരിച്ച് സമവാക്യം ഉപയോഗിക്കാനും പവർ കാണാനും അറിയണം. അപ്പൊ ഒരു ചോദ്യം നമുക്ക് മോഡൽ ചെയ്യാം. ആദ്യം ഒരു ചോദ്യം എല്ലാവരും എഴുതിക്കോളി. $240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിലൂടെ 240 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിലൂടെ 2 ആംപിയർ കറന്റ് പ്രവഹിക്കുന്നു. 2 ആംപിയർ കറന്റ് പ്രവഹിക്കുന്നു.
പവർ കാണുക. 2 ആംപിയർ കറന്റ് പ്രവഹിക്കുന്നു. പവർ കാണുക. 2 ആംപിയർ കറന്റ് പ്രവഹിക്കുന്നു. പവർ കാണുക. ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞവർ റൈസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ, ഹന്ന മോളെ പറയ, എത്ര കിട്ടിയ? 450 യൂണിറ്റ് എന്താ? വാട്ട്. വാട്ട്സ്. ഓക്കെ, ഡബ്ല്യു എന്ന് ഇട്ടാൽ മതി, വാട്ട്സ് എന്ന് വായിക്കാം. ജിൻഷക്ക് എന്താ കിട്ടിയേ? 480 വാട്ട്സ്. ഓക്കെ, നിഷാൻ? 480 വാട്ട്സ്. വൃന്ദ? 480 വാട്ട്സ്. റഷ? 480 വാട്ട്സ്. നഹ്നു ഷറിൻ? 480 വാട്ട്സ്. ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യണ്ട്. നമ്മളെ ചോദ്യത്തില് വോൾട്ടേജ് 240, കറന്റ് ഐ തന്നു 2 ആംപിയർ. അപ്പൊ ഏത് സമവാക്യം വെക്കാൻ പറ്റുക മനസ്സിലാവുമല്ലോ. പി സമം വി ഐ സമം 240 ഇൻറ്റു 2 സമം 480 വാട്ട്സ്. അങ്ങനെയാണ് ചെയ്യുക. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എന്നാ വേറൊരു ചോദ്യം എഴുതാം കേട്ടോ. 150 ഓം പ്രതിരോധമുള്ള 150 ഓം പ്രതിരോധമുള്ള ഒരു ഉപകരണത്തിലൂടെ 150 ഓം പ്രതിരോധമുള്ള ഒരു ഉപകരണത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. പവർ കാണുക. 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. 150 ഓം പ്രതിരോധമുള്ള ഒരു ഉപകരണത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. പവർ കാണുക. 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു. പവർ കാണുക. ചെയ്തു കഴിഞ്ഞവർ കൈബന്ധിക്കാം. ഓക്കെ, എന്താണ് ഹന്ന മോളെ കിട്ടിയത്? നേരത്തെ കൈയാണോ ഇപ്പത്തെ കൈയാണോ? 1350. ഓക്കെ, ഫർഹാൻ അഹമ്മദ്? 1350. ഓക്കെ, റഷ? 1350. ഓക്കെ, അഞ്ജലി? 1350. ഓക്കെ, 1350 എന്ന് കിട്ടും. കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തിൽ പ്രതിരോധം തന്നിട്ടുണ്ട്. എത്ര? 150 ഓം. കറന്റ് തന്നിട്ടുണ്ട് എത്ര? 3 ആംപിയർ. അപ്പൊ ഐയും ആറും ആണ്. അപ്പൊ ഏത് സമവാക്യം വെക്കാൻ പറ്റുക? പി സമം ഐ സ്ക്വയർ ആർ. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു 150. 3 സ്ക്വയർ 9 അല്ലേ?